ഹലോ, നമസ്കാരം. എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഹോം മെയ്ഡ് ഷവർമയുടെ റെസിപ്പിയാണ്. വളരെ എളുപ്പമാണ്. പിന്നെ ഷവർമയൊക്കെ നമ്മൾ പല സ്ഥലത്തു നിന്ന് കഴിക്കുമ്പോൾ പല ടേസ്റ്റ് ആയിരിക്കും. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഞാൻ ഈ ഷവർമ റാപ്പ് ചെയ്തെടുക്കുന്നത് ഹോം മെയ്ഡ് കുബൂസിലാണ്. അപ്പോൾ നാട്ടിലൊക്കെ ഉള്ളവർക്ക് കുബൂസ് ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ റെസിപ്പി ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഷവർമ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾക്ക് കുബൂസ് തയ്യാറാക്കണം. അതിന് ഞാൻ 2 കപ്പ് മൈദപ്പൊടിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആക്റ്റീവ് ഈസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊരു 1/4 കപ്പ് പാലിലേക്ക് 1/2 ടീസ്പൂൺ മാത്രം ഈസ്റ്റും ഒരു 2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് അനങ്ങാതെ വെച്ചപ്പോൾ ഈസ്റ്റ് ഇതാ നല്ലപോലെ പൊങ്ങി ആക്റ്റീവായിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്ത് നമ്മൾ പൊടി കുഴച്ചെടുക്കുകയാണ്. പിന്നെ ഈസ്റ്റ് ചേർക്കുമ്പോൾ ഒരിക്കലും കൂടി പോകരുത്. നമ്മുടെ കുബൂസിന് ചെറിയൊരു പുളിപ്പും അതുമാതിരി ഒരു മണവും ഒരു രുചി വ്യത്യാസവും കാണും. ഇനി ഇത് മാവ് പരുവത്തിലേക്ക് ആക്കിയെടുക്കാനായിട്ട് വെള്ളത്തിൻ്റെ കുറവുണ്ട്. അതിനായിട്ട് ഇളം ചൂടുള്ള വെള്ളം ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. ഇപ്പോൾ മാവ് ഏകദേശം കുഴഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ അതായത് ഞാൻ ചപ്പാത്തി മാവ് പരുവത്തിൽ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇത് കൗണ്ടർ ടോപ്പിൽ ഒന്നും കൂടി കുറച്ച് പൊടി വെതറിയിട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ഒരു 10 മിനിറ്റെങ്കിലും ഇത് നല്ലപോലെ കുഴച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമ്മളുടെ കുബൂസ് നല്ല സോഫ്റ്റ് ആവുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ മാവ് സൂക്ഷിക്കുന്ന പാത്രത്തിലോ അതുമാതിരി മാവിൻ്റെ എല്ലാ പുറം ഭാഗത്തും നല്ലപോലെ ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഇതിനായിട്ട് ഏറ്റവും നല്ലത് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നതാണ്. അതിനുശേഷം ഇത് നമ്മൾക്കൊരു ക്ലിംഗ് റാപ്പ് കൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഡബിൾ സൈസായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് വരണം. ആ ഒരു സമയം നമ്മൾ വെക്കണം. അത് ഓരോ സ്ഥലത്തിൻ്റെ ചൂട് അനുസരിച്ചിരിക്കും. നല്ല ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ കൊണ്ടൊക്കെ നല്ലപോലെ ഡബിൾ സൈസായിട്ട് വരും. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് ഞാനൊരു 3/4 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ ആവശ്യമായ ഉപ്പാണ്. പിന്നെ നമ്മൾ അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അറബിക് മസാലയാണ്. ഇത് നമ്മൾക്ക് കടകളിലൊക്കെ ഈസി ആയിട്ട് മേടിക്കാൻ കിട്ടും, അറബിക് മസാല എന്ന് പറഞ്ഞാൽ തന്നെ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നാരങ്ങ നീരാണ്. 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ കഴുകി വൃത്തിയാക്കി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ്റെ പീസസ് ആണ്. എന്നിട്ട് ഇത് മാരിനേഷൻ പിടിക്കാനായിട്ട് 1 മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂർ സമയം അനുസരിച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ കുബൂസിന് വേണ്ട മാവ് നല്ലതുപോലെ ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. അത് ഒരു പ്രാവശ്യം കൂടി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഒന്ന് കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണയൊന്ന് തടവിയിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് പൈപ്പ് ഷേപ്പിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുക. സിലിണ്ടറിക്കൽ ഷേപ്പാണ്, ആ ഒരു ഷേപ്പിലൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇതാ കണ്ടില്ല, ഇതുപോലെ സിലിണ്ടറിക്കൽ ഷേപ്പിൽ യൂണിഫോം തിക്നെസ്സിൽ ഇത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നടുഭാഗത്തൊന്നും തിക്നെസ് കൂടുതലോ കുറവോ ആവരുത്. എന്നിട്ടിത് ഈക്വൽ പാർട്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ. ഇനി നമ്മൾക്കിത് ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കി ഇത് നല്ലപോലെ റൗണ്ടിൽ ബോൾസ് ആയിട്ട് ആക്കിയെടുക്കണം. ബണ്ണിനൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന ആ ഒരു രീതി, ആ ഒരു സെയിം മെത്തഡാണ് ഇവിടെ. അങ്ങനെ ഞാൻ എല്ലാ ബോൾസും പരത്തി എടുത്തിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് പൊടി ഒന്ന് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ബോൾ എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫ്ലാറ്റ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിനി ഇത് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ നമ്മൾ ചപ്പാത്തിയുടെ ആ ഒരു തിക്നെസ്സിലേക്ക് ഒന്നും വളരെ നൈസായിട്ടല്ല പരത്തിയെടുക്കേണ്ടത്. കുറച്ച് കട്ടിയിൽ തന്നെ, ചപ്പാത്തിയേക്കാൾ കുറച്ചുകൂടെ കട്ടിയായിട്ടാണ് പരത്തിയെടുക്കേണ്ടത്. പിന്നെ ഇത് പരത്തിയെടുക്കുമ്പോൾ എല്ലാ സൈഡും യൂണിഫോം തിക്നെസ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക ത്രൂ ഔട്ട്. അല്ലെങ്കിൽ ഇത് പൊങ്ങി വരുന്നത് അത്ര കറക്റ്റായിട്ട് ഇത് നല്ലപോലെ പൊള്ളച്ച് വരത്തില്ല. അപ്പോൾ കുബൂസ് ഒട്ടും സോഫ്റ്റ് ആയിരിക്കത്തില്ല. ഇപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയിട്ട് തീ ഇപ്പോൾ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കാണ്. അതിലേക്ക് കുബൂസ് ഇട്ട് കൊടുത്തപ്പോൾ ഇപ്പോൾ ഒന്ന് കുബൂസിൽ ചെറുതായിട്ട് വൈറ്റ് പാച്ചസ് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ചെറുതായിട്ട് ബബിൾസ് വരുന്നുണ്ട്. അപ്പോൾ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ കുബൂസ് ഒരു സൈഡിൽ നിന്ന് പൊങ്ങി വരുന്നുണ്ട്. ആ പൊങ്ങി വരുന്ന സൈഡ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. ഒരുപാട് ബലം പിടിച്ച് അമർത്തരുത്. അപ്പോൾ കുബൂസ് എല്ലായിടത്തും ഒരുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ യൂണിഫോം തിക്നെസ്സിൽ പരത്തിയാൽ മാത്രമേ ഇങ്ങനെ പൊള്ളച്ച് വരത്തുള്ളൂ. പിന്നെ നമ്മൾ തീ
ഹൈ ഫ്ലെയിം, മീഡിയം ഹൈ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത്, കല്ലച്ച് പോകും കുബൂസ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കുബൂസും കൂടി ഇതുപോലെ തന്നെ ചുട്ടെടുക്കുകയാണ്. പിന്നെ കുബൂസ് ചുട്ട ശേഷം ഒരിക്കലും തുറന്ന് വെക്കരുത്. എയർടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിലോ കാസ്ട്രോളോ ഇട്ട് അടച്ചു വെക്കുക. ഞാനിത് ചുട്ടിട്ട് കാസ്ട്രോളിലാണ് സൂക്ഷിച്ചിരുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തെടുത്തതാണ്. ഇത് മൊത്തത്തിൽ 8 കുബൂസ് ഉണ്ട്. ഇനി നമ്മൾക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ പീസസ് ഇട്ട് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഞാൻ ചിക്കൻ പീസസ് ഇടയ്ക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് മൂപ്പിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിന് ശേഷം നമ്മൾക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഷവർമയിലേക്ക് ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഹാഫ് ബോയിൽ ചെയ്ത പൊട്ടറ്റോ ഉണ്ട്. അത് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലൊന്ന് വറുത്തെടുക്കുവാണ്. അപ്പോൾ നമ്മളുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഷവർമയ്ക്ക് ആവശ്യമായ ഇനി വെജിറ്റബിൾസ് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ഞാനിവിടെ 1/2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട്, ലെറ്റ്യൂസ് എടുക്കുന്നതിന് പകരം, പിന്നെ കുറച്ച് കുക്കുംബർ, പിന്നെ കുറച്ച് സവാള, ഒരു 1/2 സവാളയോളം, കുറച്ച് ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത ചിക്കനിൽ നിന്ന് ഒരു 10 പീസോളം മാറ്റി വെച്ചിട്ട് ബാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഗാർലിക് മയണൈസ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ മയണൈസിൽ ഞാൻ 1 സ്പൂൺ തഹീനയും 1 സ്പൂൺ തൈരും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതായിരുന്നു. അതില്ലെങ്കിൽ കുഴപ്പമില്ല, പ്ലെയിൻ മയണൈസ് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുബൂസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾക്ക് 2 രീതിയിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ പറ്റും. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുബൂസ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫോം ചെയ്യുന്ന പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫില്ലിങ് നിറച്ചിട്ട് ചുരുട്ടിയെടുക്കുന്നത്. ഇത് നല്ലപോലെ പൊള്ളച്ച് പൊങ്ങി വന്ന കുബൂസ് മാത്രമേ ഇതുപോലെ പോക്കറ്റ് ഫോം ചെയ്യത്തുള്ളൂ. ഇനി നമ്മൾക്ക് ഷവർമ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ മുറിച്ച് വെച്ച കുബൂസിൻ്റെ ഉള്ളിലേക്ക് നേരത്തെ നമ്മൾ ചിക്കനിലേക്കും വെജിറ്റബിൾസിലേക്കും ഒഴിച്ച മയണൈസിനെ തഹിനയുടെയും കേർഡിൻ്റെയും മിക്സ് ഇതുപോലെ നല്ലപോലെ ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് സ്പ്രെഡ് ചെയ്താൽ മതി. അത് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇതിൻ്റെ ഉള്ളതൊക്കെ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടി ഞാൻ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ചിക്കൻ്റെയും മയണൈസിൻ്റെയും മിക്സും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ഫില്ലിംഗ് ഒക്കെ വെക്കുന്നത് ഇതിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മളുടെ ഇഷ്ടമാണ്. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ നിറയ്ക്കാം, കുറവാണെങ്കിൽ കുറവ് നിറയ്ക്കാം. പിന്നെ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ചിക്കൻ്റെ പീസസ് ഞാൻ 2 കൂടി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് നമ്മൾക്ക് റോൾ ചെയ്തെടുക്കാം. പിന്നെ അതിന് മുമ്പ് നമ്മൾ ഷവർമയൊക്കെ കഴിക്കുമ്പോൾ പിക്കിൾ ചെയ്ത കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഒരു കുക്കുംബറാണ് വെച്ച് കൊടുത്തേക്കുന്നത്. കുക്കുംബറും ക്യാരറ്റും അതുമാതിരി ലെമണൊക്കെ കാണാറുണ്ട്. ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. ഇനി ഇത് റോൾ ചെയ്തെടുക്കണം. ഇത് കുറച്ച് ഫില്ലിങ് കൂടുതലുള്ളതുകൊണ്ട് റോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഫില്ലിങ് കുറച്ചാൽ മതി. അപ്പോൾ ഞാൻ ആദ്യത്തെ ഷവർമ ബട്ടർ പേപ്പർ വെച്ച് പൊതിഞ്ഞെടുക്കുകയാണ്. നമ്മൾ വീട്ടിലൊക്കെ കഴിക്കാനാണെങ്കിൽ ഇതുപോലെ പൊതിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ബട്ടർ പേപ്പറിൻ്റെ ഉള്ളിൽ ഷവർമ വെച്ചിട്ട് പൊതിഞ്ഞെടുക്കുക. ഇത് കുറച്ച് ഫില്ലിങ് കൂടുതലാണ്, അതാണ് ആ പൊതിയുമ്പോഴും ചുരുട്ടുമ്പോഴും ഒക്കെ ബുദ്ധിമുട്ട്. അപ്പോൾ ഇത് നമ്മളുടെ ലാസ്റ്റ് ഷവർമയാണ്. ഇത് ഞാൻ കട്ട് ചെയ്യാതെയാണ് ചെയ്യുന്നത്. ഞാൻ 5 എണ്ണം കട്ട് ചെയ്തും 3 എണ്ണം കട്ട് ചെയ്യാതെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ നമ്മൾ കുബൂസിൻ്റെ മുകളിലേക്ക് മയണൈസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ്റെയും വെജിറ്റബിൾസിൻ്റെയും മിക്സും പിന്നെ ഇതിൻ്റെ പൊക്കത്ത് പിക്കിൾ ചെയ്ത വെജിറ്റബിൾസും ഫ്രഞ്ച് ഫ്രൈസും ചിക്കൻ വറുത്തതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ കഴിഞ്ഞു പോയി, അതുകൊണ്ട് ഞാൻ ചേർക്കണില്ല. എന്നിട്ട് ഇത് റോൾ ചെയ്ത് ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് ഷവർമ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക്